ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ പോകാനായിട്ട് ഇറങ്ങി. വല്യപ്പച്ചൻ പോകാൻ ഇറങ്ങിയപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ വല്യപ്പച്ചൻ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും അലീന വല്യപ്പച്ചനെ യാത്രയാക്കി. വല്യപ്പച്ചൻ വണ്ടിയിൽ കയറി ഇരിക്കുകയും ചെയ്തു. 2 ദിവസം കഴിയുമ്പോൾ വല്യപ്പച്ചൻ വരുമോ എന്ന് തന്നെ അലീന ഇങ്ങനെ ചോദിക്കുക. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും, മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഇതൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ അലീനയെ സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണെന്ന് അലീന. പിന്നെ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് നിർത്തിയ കാര്യങ്ങളൊന്നും തുടങ്ങിയേക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ പൊന്നോ, എൻ്റെ ചിന്നമ്മ പറഞ്ഞാൽ പിന്നെ ഞാനത് ഗൗനിക്കാതിരിക്കുമോ? എൻ്റെ ചിന്നമ്മ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഞാൻ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ചെയ്തോളാം, ഇവിടെയുള്ള ഒരാളെ എൻ്റെ മോള് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. ആ കാര്യം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൻ്റപ്പച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും വല്യപ്പച്ചനും കൊച്ചുമോളും കൂടി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ധാരണയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വല്യപ്പച്ചന് ടാറ്റയൊക്കെ കൊടുത്ത് അലീന നിൽക്കുന്നപ്പോഴും വല്യപ്പച്ചന് പോകാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. വല്യപ്പച്ചൻ എന്നിട്ട് അലീനയ്ക്ക് കൈ കൊടുത്തു. അലീന തിരിച്ചു അതുപോലെ തന്നെ വല്യപ്പച്ചന് കൈ കൊടുത്തു. അങ്ങനെ ഇവർ സംസാരിച്ചു. വല്യപ്പച്ചൻ അങ്ങനെ വണ്ടിയും കൊണ്ട് അങ്ങ് പോയപ്പോഴിതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുവാണ്, ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതെ തൊട്ട് പുറകിൽ ആൻ്റപ്പൻ ചേട്ടൻ നിൽപ്പുണ്ട്. ആൻ്റപ്പൻ ചേട്ടനോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വല്യപ്പച്ചൻ പോണത്. അങ്ങനെ നമ്മുടെ അലീന തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ കുഞ്ഞെന്നാ ചെയ്യും, കൂട്ടുണ്ടായിരുന്ന ആൾ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുടെയും കൂട്ടിൻ്റെ ആവശ്യമില്ല ആൻ്റപ്പൻ ചേട്ടാന്ന് അലീന ആൻ്റപ്പൻ ചേട്ടനോട് പറയാം. അയ്യോ കുഞ്ഞെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അലീന ഇങ്ങനെ പറയുവാണ്. എന്തായാലും ആൻ്റപ്പൻ ചേട്ടൻ വിഷമിക്കണ്ട, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാം ചെയ്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ അലീന അകത്തേക്ക് കയറിപ്പോയി. അലീന അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ പെണ്ണ് കുറച്ച് ഒതുങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആൻ്റപ്പൻ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. അതേസമയം നമ്മുടെ അലീന മുറിയിൽ പോയി ഇങ്ങനെ കുറേ നേരം സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു, ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു, ആരുമില്ല, ഭയങ്കര വിഷമം. അത് വല്യപ്പച്ചൻ പോയതിൻ്റെ ഒരു സങ്കടം. ഇത് കഴിഞ്ഞ് പിന്നെ ബാലൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. വൈജോട് ഇന്നലെ മലയാളത്തിൻ്റെ ഭാഷയിൽ പല രീതിയിലും മനസ്സിലാകുന്നതിൻ്റെ അപ്പുറം രീതിയിൽ മനു പറഞ്ഞു കൊടുത്തിട്ട് പോയതാണ്. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വായിലെ നാവാണെന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് കിടക്കില്ല. ആ വീട്ടിൽ കിടന്ന് ചുമ്മാ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നു. പിള്ളേർ തറുതലയും പറഞ്ഞ് നടക്കുന്നു. ആ ബബിതയും വൈജ ബബിതയും അതുപോലെ കൃഷ്ണ ഒരിടത്ത് ഇരിക്കാൻ പോലും വൈജ സമ്മതിക്കുന്നില്ല. പഠിക്കാനില്ലേടി എന്നും ചോദിച്ചുകൊണ്ട് പിന്നാലെ നടക്കുക. അങ്ങനെ ആ പിള്ളേരുടെ വായിലിരിക്കുന്നതും കേട്ടൊക്കെ വൈജ ഇങ്ങനെ അതിൽ നടക്കുന്നു. അപ്പോൾ ഇന്നലെ മനുവേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ അന്നേരത്തേക്കും കയറി പറഞ്ഞു. എന്നതടി ഞാൻ ഓർത്തിരിക്കേണ്ടത്, എന്നതടിയെന്നും ചോദിച്ചുകൊണ്ട് ചെന്നപ്പം എൻ്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. വൈജ അന്നേരം ഇങ്ങനെ ആ നിപ്പുണ്ടല്ലോ എല്ലാം ചിന്തിച്ചുകൊണ്ടുണ്ട കണ്ണു മിഴിച്ചൊരു നിപ്പ്, ആ നിപ്പിൽ അങ്ങനെ തന്നെ നിൽക്കുക. അതേസമയം നമ്മുടെ ബാലൻ റൂമിലിരിക്കുവാണ്. റൂമിലിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അലീനയുടെ കോള് വന്നു. കോൾ എടുത്തു. ആ ഹലോ മോളെ, അച്ഛൻ എവിടെയാ, എന്തെടുക്കാന്നൊക്കെ ചോദിച്ചു. ഞാൻ എവിടെ പോകാനടി, ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു. വീട്ടിലോ? അപ്പോൾ അച്ഛൻ ഷോപ്പിലൊന്നും പോകണില്ലേ? ഷോപ്പിലൊക്കെ പോകണം, കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് നിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ? നീ പറഞ്ഞയച്ചതുപോലെ മനു ഇവിടെ വന്നായിരുന്നു കേട്ടോ. മനു വന്ന് എല്ലാവർക്കും ഒരു ക്ലാസ്സൊക്കെ എടുത്ത് പിള്ളേരുടെ കൂടെയൊക്കെ ഇച്ചിരി നേരം ഇരുന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞു. മനുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് അലീന പറയാം. പിന്നെ നിൻ്റെ സ്റ്റാൻലി പപ്പയൊക്കെ എന്തെടുക്കുന്നു, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബാലനോട് വിശേഷങ്ങളെല്ലാം നമ്മുടെ അലീന പറയുവാണ്. എന്നെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് വല്യപ്പച്ചൻ വന്നു. വല്യപ്പച്ചൻ പക്ഷേ ഇന്നിപ്പോൾ ഇവിടുന്ന് പോയി, ഭയങ്കര വിഷമിച്ചാണ് പോയത്. എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാനേ വല്യപ്പച്ചന് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് പോയെന്ന് പറഞ്ഞു. പിന്നെ വല്യപ്പച്ചനെ നിന്നെ ഭയങ്കര കാര്യമല്ലേന്ന് ചോദിച്ചു. വല്യപ്പച്ചൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സ്റ്റാൻലിയുടെ കൂടെ ഇരുന്നുള്ള ആ ഒരു കള്ളുകൂടി വരെ മാറ്റി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ട്. അമ്പടി, നീ അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കുപ്പിയിലാക്കിയോന്ന് ചോദിച്ചു. പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യില്ല അച്ഛാ എന്ന് ചോദിച്ചിങ്ങനെ ചോദിക്കുക. പിന്നെ നമ്മുടെ അടുക്കള വിശേഷങ്ങൾ അത് അലീന ബാലനോട് പറയുവാണ്. അവിടെ നീ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജോലിക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയോ വെച്ചാൽ എന്നിങ്ങനെ ബാലൻ ചോദിക്കുമ്പോൾ പിന്നെ അതുപോലെ സാധനങ്ങൾ നശിപ്പിക്കുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെയാ അച്ഛാ നോക്കി നിൽക്കുന്നത്? മീൻ മുറിക്കുന്നതിനെ പറ്റിയും വേലക്കാരിക്ക് കൊടുത്തു വിടുന്നതിനെ പറ്റിയും അങ്ങനെ A to Z കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അതിനും ഞാനൊരു തീരുമാനമാക്കും അധികം താമസമില്ലാതെ. അവിടുത്തെ ജോലിക്കാർ നിനക്കിട്ട് പണി തരാതെ നീ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു പണി എനിക്ക് കിട്ടില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീന പറയാം.
അങ്ങനെ പറഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ പിള്ളേരുടെ വിശേഷങ്ങളും ഒക്കെ അച്ഛനും മോളും ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ കാര്യം എടുത്തിട്ടു. അപ്പോൾ സ്റ്റാൻലി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം എന്നോട് സ്നേഹമൊക്കെയാണ്, പക്ഷേ ആ ഒരു കേണലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പട്ടാളക്കാരൻ്റെ ആ ഒരു ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പുള്ളിക്കാരൻ തയ്യാറല്ല. അതുപോലെ എല്ലാത്തിനും ഭയങ്കര വാശിയാണ്, സ്ട്രിക്റ്റാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അലീന ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഏതെല്ലാം സ്വഭാവം മാറ്റാമെന്ന് വിചാരിച്ചാലും കള്ളുകൂടി മാത്രം മാറ്റാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ എല്ലാവരും മുതലെടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അലീന ബാലനോട്. അപ്പോൾ അത് കേട്ടപ്പോൾ അത് കുഴപ്പമാണല്ലോടി കൊച്ചേ. അതെ അച്ഛാ, അത് വല്ലാത്തൊരു കുഴപ്പം തന്നെയാണ്. അതെങ്ങനെ മാറ്റണമെന്നോ എങ്ങനെ അതിനെ മറികടക്കണമെന്നോ എനിക്കറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, എടി മോളെ, സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് അറിയാം. ആ മനുഷ്യൻ ഇല്ലാതാകുന്ന സമയം, അല്ലെങ്കിൽ അദ്ദേഹം കുടിച്ച് കരളും കിഡ്നി ഇതെല്ലാം പോയി കഴിയുമ്പോൾ നിന്നെ തൂക്കിയെറിയാൻ അവിടെയുള്ള മറ്റുള്ളവർ വരും എന്ന കാര്യം പറയാം. അതുകൊണ്ട് ഇപ്പം പിടിച്ചാൽ നിനക്കവനെ കിട്ടും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ പിന്നെ നിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം എനിക്കറിയാം അച്ഛാ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിന്നെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്താടി മോളെ ഉള്ളത്? നിന്നെക്കൊണ്ട് സാധിക്കും, നീ ഒന്ന് പിടിച്ചു നോക്കടി, നടക്കുമെന്നേ. നിനക്കേ അത് നടത്തിയെടുക്കാൻ കഴിയും, നിനക്കേ അത് സാധിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ ബാലൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ്, എന്നെക്കൊണ്ടത് പറ്റും അല്ലേ അച്ഛാ എന്നുള്ളൊരിത്. നോക്ക്, നിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് തന്നെ നീ ചെയ്യാനും ബാലൻ ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്ന്. നീ പറഞ്ഞു കേട്ടെടുത്തോളം എന്തായാലും നിൻ്റെ പപ്പയെ നന്നാക്കാനുള്ളവരാരും ആ വീട്ടിലില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഒരാൾ, അത്രയേ ഉള്ളൂ. അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരാളെ കിട്ടും, വേറൊരു യജമാനനെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അലീനയായിട്ട് സംസാരിച്ചു. അപ്പോൾ അലീനയ്ക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. അത് കഴിഞ്ഞ് ഫോൺ ഒന്ന് കട്ട് ചെയ്തു. ഇപ്പം താങ്ക് യു അച്ഛാന്നും പറഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞു. നീ എന്തിനാടി മോളെ എന്നോട് താങ്ക് യു പറയുന്നത്? നിനക്ക് വേണ്ടി ഞാനല്ലേടി പറയാനുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരാടിയുള്ളേ എന്നൊക്കെ ബാലൻ ചോദിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ മോൾക്ക് എന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികളെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം ഇതൊക്കെ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അലീന ഭയങ്കര സങ്കടത്തിലിരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനും ഭയങ്കര ടെൻഷനായി. ബാലനും ഓരോന്നൊന്നര ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്താ പൊന്നു ഇനിയിപ്പം അലീനയുടെ കാര്യം എന്താകുമെന്ന് ആലോചിച്ച്. കാരണം അലീനയുടെ മുന്നിലുള്ളത് വലിയൊരു ടാസ്ക് ആണെന്ന് ബാലന് നന്നായിട്ട് അറിയാം. അങ്ങനെ ആകെ വെപ്രാളം കയറി ഈ ബാലൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന ഇങ്ങനെ ആലോചിക്കുക, ഏത് രീതിയിൽ പപ്പയെ മെരുക്കിയെടുക്കാം, പപ്പയുടെ കുടി നിർത്താം, പപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, നല്ലൊരു ഇതാക്കിയെടുക്കാം, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആരോടും മിണ്ടാതെയും പറയാതെ, ആരും മിണ്ടാനും പറയാനും ഇല്ല. സ്റ്റാൻലി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ തലയിട്ട് നോക്കിയേച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു അലീന ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് ആലോചിക്കുക. അപ്പോഴത്തേക്കും സ്റ്റാൻലി അതിലെല്ലാം തപ്പി നടക്കുക, അലീനയെ കണ്ടില്ല. എന്നിട്ട് അവിടുത്തെ പണിക്കാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെല്ലാം തപ്പി തേടി നടന്ന് ഇങ്ങനെ വീടിൻ്റെ പുറകുവശത്ത് ഒരു കോണിൽ നമ്മുടെ അലീന ഇരിക്കുന്നത് സ്റ്റാൻലി കണ്ടു. അപ്പോൾ സ്റ്റാൻലി എന്നിട്ട് ചോദിച്ചു, അലീന എഴുന്നേറ്റു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന ഒറ്റയ്ക്ക്, അതും ആരോടും പറയാതെ? ഒന്നുമില്ല പപ്പ നീ പറഞ്ഞു. ഒന്നുമില്ലാഞ്ഞിട്ടല്ലല്ലോ നീ ഇവിടെ വന്നിരിക്കുന്നത്, നീ എന്താ ഇങ്ങനെ ഭയങ്കര മൂടിയായിട്ടിരിക്കുന്നത്? അതും വല്യപ്പച്ചൻ പോയി കഴിഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വല്യപ്പച്ചൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കിവിടെ മിണ്ടാനും പറയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഒറ്റയല്ലേ, ആരുമില്ല. പപ്പയ്ക്കാണെങ്കിൽ അതിനൊന്നും സമയമില്ലല്ലോ എന്ന് പറഞ്ഞു. നീ അതിന് എൻ്റെ അടുത്തേക്ക് വന്നോ? എന്നോട് നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞോ? പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അന്നേരം പപ്പയ്ക്ക് അതിനൊന്നും സമയമില്ല, പപ്പയ്ക്ക് എപ്പോഴും കള്ളു കുടിക്കണമെന്നൊരു വിചാരമല്ലേ ഉള്ളൂ, അല്ലാതെ പപ്പയ്ക്ക് എന്താ ചിന്തയുള്ളത്? ആരോടും മിണ്ടണമെന്നോ അല്ലെങ്കിൽ ആരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നോ ഇതൊന്നും പപ്പയ്ക്ക് ആഗ്രഹമില്ലാത്ത കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അലീന ഇങ്ങനെ പറയാം. അലീന, നീ നിൻ്റെ പരിധി കടക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പരിധിയും കടന്നതല്ല പപ്പ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. പപ്പ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. പപ്പയ്ക്ക് ഞാൻ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ വീട്ടിൽ ആര് വരുന്നു, ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതൊന്നും പപ്പയ്ക്ക് അറിയില്ല. ഇതൊന്നും അറിയേണ്ട കാര്യം പപ്പയ്ക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ സ്റ്റാൻലിയുടെ ആ ഒരു മർമ്മത്തിനിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. സ്റ്റാൻലിക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ പപ്പയും മോളും കൂടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വല്യപ്പച്ചൻ നേരെ തറവാട്ടിലേക്ക് ചെന്നു. വല്യപ്പച്ചൻ തറവാട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും വല്യപ്പച്ചനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം മക്കളിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ വല്യപ്പച്ചനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും കൂടെ
കൊത്തൊന്നും പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇത് എന്തുവാടാവേ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്യപ്പച്ചൻ എനിക്ക് നിങ്ങളോടെല്ലാവരോടും വളരെ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ വന്നു കയറിയ പെണ്ണിനെക്കുറിച്ചാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നു കയറിയ പെണ്ണിനെ പറ്റി തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വല്യപ്പച്ചൻ. ആ പെണ്ണിനെ പറ്റി പറയാനല്ല നിങ്ങളെ കാണിച്ചു തരാനാണ് എനിക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ പറയാം. അങ്ങനെ വല്യപ്പച്ചൻ മക്കള് റോബിച്ചനും അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ അവരെ വിളിച്ച് ഇരുത്തി അവരോട് വിശേഷങ്ങളും അല്ലെങ്കിൽ അലീനയുടെ കാര്യങ്ങളൊക്കെ പറയും. ഇവരാരും ആദ്യമൊന്നും മുമ്പിനും വില്ലിനും എടുക്കുന്നില്ല. വല്യപ്പച്ചൻ ആരാമോൻ വല്യപ്പച്ചനുള്ള കാര്യങ്ങളെല്ലാം മണി പോലെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ ഈ അപ്പച്ചൻ പറയുന്നതിൽ വല്ല സത്യം കാണുമോ അങ്ങനെയൊക്കെയുള്ള കേട്ടോ. അങ്ങനെയുള്ളവളാണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വല്യപ്പച്ചൻ വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.